ഹായ് ഗൈസ്, എല്ലാവരും ചായ കുടിച്ചാ? ഞാൻ കുടിക്കട്ടെ. എനിക്കിന്ന് ചായക്ക് കടി കപ്പയും കടലയും വെച്ചതും കുഴക്കട്ടയും. കുഴക്കട്ടക്ക് കടുക്, കരിവേപ്പില, ഉണക്കമുളക് എല്ലാം വറുത്തിട്ടാണ്. ഇന്ന് വറുത്തിട്ടിട്ടൊന്നുമില്ല. ഇത് നല്ല രസമുണ്ട്. ഇന്ന് തന്നെ അങ്ങനെ പോട്ടെന്ന് വിചാരിച്ചു. കുറച്ച് നെയ്യെല്ലാം കുറക്കുന്നത് നല്ലല്ലേ? അധികമായാലും അമൃത വിഷന്നല്ലേ? പിന്നെ ഈന് ഉണക്കമുളക് വറുത്തിട്ടുണ്ട്. ഉണക്കമുളക് ഞാൻ ഒരിക്കലും വാങ്ങൂല. ഉണക്കമുളക് വാങ്ങിയാൽ രണ്ടെണ്ണം എടുത്തിട്ട് ബാക്കി ഇവിടെ പൂപ്പല കിട്ടി കളയും. എന്നിട്ട് എടുത്ത് ചാടണോ? അതിനെക്കാട്ടും നല്ല ഇല്ലെങ്കിൽ സാരില്ല. ഉണക്കമുളകില്ല, കുഴപ്പമൊന്നുമില്ലല്ലോ. അങ്ങനെ അതുകൊണ്ടാണ് ഞാൻ ഉണക്കമുളക് വാങ്ങാതെ. ഉണക്കമുളകും കടുവും കരിവേപ്പിലും വറുത്തിട്ട് ഈ കുഴക്കട്ട നല്ല രസമാണ്. കുഴക്കട്ട ഇത് ചെറുങ്ങനെ ഉണ്ടാക്കിയിട്ട് അരിപ്പൊടി കുഴച്ച് ഇങ്ങനെ ചെറുങ്ങനെ ഉണ്ടാക്കിയിട്ട് ഒരു വീഡിയോയിൽ ഞാൻ പറഞ്ഞിട്ടുണ്ടായി അരി കുഴച്ചിട്ട്. ഇത് അരി കുഴച്ചാലാവില്ല കേട്ടാ, അതൊക്കെ തെറ്റിപ്പോയതാന്ന്, സോറിയാ. അരിപ്പൊടി കുഴച്ചിട്ട് ഇങ്ങനെ ചെറുങ്ങനെ ഉണ്ടാക്കിയിട്ട് നടുക്കിങ്ങനെ ഒന്ന് അമർത്തി കൊടുത്താൽ ഇതേപോലെ കിട്ടും. അങ്ങനെയാണ് ഇത് വേവിച്ചെടുക്കുന്നത്. ഇത് എളുപ്പത്തിൽ വേവുകയും ചെയ്യും. ചെറുങ്ങനെ ആക്കിയാൽ എളുപ്പത്തിൽ വേവുകയും ചെയ്യും. നല്ല രസമാണ്, നല്ല സോഫ്റ്റാണിത്. പിന്നെ കടലയും കപ്പയും ഇത് നല്ല രസമുണ്ട്. അതുകൊണ്ടാണ് ഞാൻ ഇതിന് വറുത്തിട്ടായി. അടുക്കൽ അങ്ങനെയാണെന്ന് നല്ലല്ലേ? ഓക്കെ, കഴിക്കട്ടെ.